ചോദിച്ചോട്ടാ, വേറെ ആരും ഇല്ല. അപ്പൊ ഞാൻ ക്ലാസ് എന്തായാലും എടുക്കാം. ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? കിങ്ഡം പ്രോട്ടിസ്റ്റിനെ കുറിച്ച് മോൾക്ക് മനസ്സിലായോ? ആ, മൊണീറിനെക്കാട്ടിയും കുറച്ചും ഡെവലപ്ഡ് ആയിട്ടുള്ള കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? അമീബ, ഇതാണ് അമീബ. രണ്ടാമത്തത് പാരമീഷ്യം, മൂന്നാമത്തത് യുഗ്ലീന, നാലാമത്തത് ക്ലമൈഡോമോണസ്. ഓക്കെ, ക്ലമൈഡോമോണസ്. അപ്പൊ ഈ ഓർഗാനിസത്തിന്റെ പേരൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ കിങ്ഡം പ്രോട്ടിസ്റ്റയില്, കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാല്. ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയില് ഫൈലങ്ങളുണ്ട്. ഫൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്ഡത്തിന്റെ താഴെയുള്ള ഡിവിഷനെയാണ് ഫൈലം എന്ന് പറയുന്നത്. ഇപ്പൊ കിങ്ഡം ആനിമാലിയ, അനിമൽസ് ഉള്ള കിങ്ഡം. അപ്പൊ അതില് ബേർഡ്സുകൾ ഉണ്ട്, അതേപോലെ ആനിമൽസുകൾ ഉണ്ട്, അല്ല ബേർഡ്സുകൾ ഉണ്ട്, അതേപോലെ മാമൽസുകൾ ഉണ്ട്. അങ്ങനെ പല പല ഡിവിഷൻസുകളെയാണ് ഫൈലം എന്ന് പറയുന്നത്. അപ്പൊ കിങ്ഡം പ്രോട്ടോട്ടിക്സ്റ്റിനെ നമുക്ക് ഫൈലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫൈലങ്ങൾ ഫൈലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ഡിവിഷൻസാണ്. ഇപ്പൊ മനുഷ്യന്മാരില് ഇന്ത്യൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഇല്ലേ? അതേപോലെ കിങ്ഡത്തില് ഫൈലങ്ങൾ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലം പ്രോട്ടോസോവ. ഫൈലം പ്രോട്ടോസോവ. ഓക്കെ, മോൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇനി ഫൈലം പ്രോട്ടോസോവയിൽ പല ആളുകളുണ്ട്. ആദ്യത്തെ ആളുകളെയാണ് റൈസോപോഡ എന്ന് പറയുന്നത്. റൈസോപോഡ. ഈ റൈസോപോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. ഈ റൈസോപോഡ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് അമീബകൾ. നമ്മൾ പഠിച്ചില്ലേ, അമീബ ഒരൊറ്റ സെല്ലുള്ള ജീവിയാണ് അമീബ. ഓക്കെ, ഒറ്റ കോശാണ്, യൂണിസെല്ലുലാർ ആണ് ഇവര്. അപ്പൊ റൈസോപോഡ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് നമ്മുടെ അമീബ. ഇനി രണ്ടാമത്തതാണ് ഫ്ലജല്ലേറ്റ. ഫൈലം പ്രോട്ടോസോവയിലെ അടുത്ത കാറ്റഗറിയാണ് ഫ്ലജല്ലേറ്റ. ഈ ഫ്ലജല്ലേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സന? ഒന്ന് മനസ്സിലായോ മോൾക്ക്? ഫ്ലജല്ലേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരായിരിക്കും ഫ്ലജല്ലേറ്റുകള്? ഫ്ലജല്ല ഉള്ള ആളുകളല്ലേ ഫ്ലജല്ലേറ്റ അല്ലേ? അതെ, വെരി ഗുഡ്. ഫ്ലജല്ല ഉള്ള ആളുകളാണ് ഫ്ലജല്ലേറ്റ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലജല്ല ഉള്ള ഒരു ജീവനെ കുറിച്ച് പഠിച്ചിരുന്നു, യുഗ്ലീന. കണ്ടോ യുഗ്ലീന? ഓക്കെ, അപ്പൊ ഇതാണ് യുഗ്ലീന. കണ്ട, യുഗ്ലീനയുടെ ഫ്ലജല്ല കണ്ട, വലിയൊരു ഫ്ലജല്ല അല്ലേ? ഈ ഫ്ലജല്ല യൂസ് ചെയ്തിട്ടാണ് യുഗ്ലീന എന്നുള്ള ഒരു ജീവി മൂവ് ചെയ്യണത്. നമ്മൾ അമീബിനെ കുറിച്ചിട്ടും യുഗ്ലീനെ കുറിച്ചിട്ടൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് മോള് മനസ്സിലാക്കുക, കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റയിൽ ഫൈലം പ്രോട്ടോസോവ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയെ വീണ്ടും നമുക്ക് കാറ്റഗറികളായിട്ട് തിരിക്കാം. റൈസോപോഡ, ഫ്ലജല്ലേറ്റ, അടുത്തതാണ് സീലിയേറ്റ. അപ്പൊ മോളെ, ഫ്ലജല്ലേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലജല്ലുള്ള ആളുകളാണ്. അപ്പൊ സീലിയേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സീലിയുള്ള ആളുകൾ. വെരി ഗുഡ്. സീലിയുള്ള ഒരു ജീവിയാണ് പാരമീഷ്യം. കണ്ടാ, നമ്മള് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നോക്കിയേ, ശരീരത്തിൽ ചെറുങ്ങനെ കുറെ രോമങ്ങളുള്ള ജീവികൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഈ രോമങ്ങളുള്ള ജീവികൾക്ക് പറയുന്ന പേരാണ്, മീൻസ് ഈ രോമത്തിനെയാണ് സീലിയ എന്ന് പറയുന്നത്. ഒരു സ്ലിപ്പർ പോലെ ഉണ്ടല്ലേ കാണാന് ഈ ജീവിനെ? അങ്ങനെ ഈ സ്ലിപ്പർ ലൈക്ക് ജീവി, അതിനെയാണ് പാരമീഷ്യം എന്ന് പറയുന്നത്. ഈ പാരമീഷ്യത്തിന്റെ ഔട്ടർ മെംബ്രെയിനിൽ കുറേ സീലിയകൾ ഉണ്ട്. മനസ്സിലായോ മോളെ? കുറേ സീലിയകൾ ഉണ്ട്. ഈ സീലിയുള്ള ജീവികളെയാണ് പാരമീഷ്യം അല്ലെങ്കിൽ സീലിയേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സീലിയം ഉള്ള ജീവികളെ സീലിയേറ്റ എന്ന് പറയും. സീലിയേറ്റയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് പാരമീഷ്യം. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി, വെരി ഗുഡ്. ഇനി അടുത്തതാണ് മോളെ സ്പോറോസോവ. 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 ഈ സ്പോറോസോവ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം. ഈ സ്പോറോസോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് സ്പോറുകൾ ഉണ്ടാക്കാൻ പറ്റും. സ്പോർ,
സ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SPORE. സ്പോർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയത്തിന്റെ കുഞ്ഞു കുഞ്ഞു മുട്ടകളെയാണ് സ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പ്ലാസ്മോഡിയം വലുതായിട്ട് പ്ലാസ്മോഡിയത്തിന്റെ അകത്ത് ഒരുപാട് സ്പോറുകൾ ഉണ്ടാകും. ഈ സ്പോറുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഓരോ സ്പോറിൽ നിന്നും പുതിയ പുതിയ പ്ലാസ്മോഡിയം ഉണ്ടാകും. ഓക്കെ, ഇതാണ് ഒരു പ്ലാസ്മോഡിയം. ഇതൊരു മലേറിയൽ പാരസൈറ്റ് ആണ്. ഓക്കെ, മലേറിയൽ പാരസൈറ്റ് ആണ്. ഇതൊരു പ്രോട്ടോസോവയാണ് ട്ടാ. ഇതൊരു പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം എന്നുള്ള ഒരു പ്രോട്ടോസോവയാണ്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ട്ടാ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, കിങ്ഡം പ്രോട്ടോട്ടിസ്റ്റയിൽ ഫൈലം പ്രോട്ടോസോവ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അതിൽ വരുന്ന 4 സബ് കാറ്റഗറീസ് ആണ് റൈസോപോഡ, ഫ്ലജല്ലേറ്റ, സീലിയേറ്റ, സ്പോറോസോവ. അമീബ ഒരു റൈസോപോഡയാണ്. യുഗ്ലീന ഒരു ഫ്ലജല്ലേറ്റയാണ്. പാരമീഷ്യം ഒരു സീലിയേറ്റയാണ്. പ്ലാസ്മോഡിയം ആണെങ്കിലോ ഒരു സ്പോറോസോവയാണ്. മനസ്സിലായോ? ഈ ഒരു കാറ്റഗറി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യം അമീബനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അമീബ നല്ലതാണോ ചീത്തതാണോ, അമീബ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അമീബ ഫുഡ് കഴിക്കണത് എങ്ങനെയാ, അമീബ റീപ്രൊഡക്ഷൻ നടത്തുന്നത് എങ്ങനെയാ, അമീബ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതാണ്, അതൊക്കെ നമ്മൾ ആദ്യം പഠിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തത് യുഗ്ലീനിനെ കുറിച്ച് പഠിക്കും. പിന്നെ പാരമീഷ്യത്തെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കും. പാരമീഷ്യത്തിനെ കുറിച്ച് നമുക്ക് അധികം പഠിക്കാനില്ല സിലബസിൽ, അപ്പൊ പാരമീഷ്യം നമുക്ക് അധികം പഠിക്കണ്ട. ഓക്കെ, പ്ലാസ്മോഡിയം പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് അമീബയിലോട്ട് പോകാം. ആ ഈ ഫിഗർ മോൾക്ക് കാണുന്നുണ്ടോ? അമീബയുടെ ഒരു ഫിഗർ. കാണുന്നുണ്ട്. അമീബയുടെ പ്രത്യേകത, അമീബ എന്നല്ല, ഈ കിങ്ഡത്തിലുള്ള എല്ലാവരുടെയും പ്രത്യേകത ഇവർ യൂക്കാരിയോട്ടാണ്. യൂക്കാരിയോട്ട് മീൻസ് ഇവർക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, യൂക്കാരിയോട്ടാണ്, പ്രോകാരിയോട്ട് അല്ല. പിന്നെ യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ആണ്. ഇതിൽ ശരിക്കും ന്യൂക്ലിയസ് വിസിബിൾ അല്ല. ഞാൻ ന്യൂക്ലിയസ് ഉള്ള ഒരു അമീബനെ കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ അമീബ കൂടുതലായിട്ടും കാണുന്നത് മഡ് വാട്ടറിലാണ്. മഡിലാണ്. മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ്, ചെളിമണ്ണ് അല്ലെ. ഈ ഫ്രഷ് വാട്ടർ പോണ്ടുകളൊക്കെ ഉണ്ടാവും കുളത്തില്. അതേപോലെ ഡിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് അറിയോ? ഈ ചാല് കീറുക എന്ന് പറയില്ലേ, ചാല് കീറുക, കിടങ്ങ് കീറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ ചാലുകളിലും കുളങ്ങളിലും ഒക്കെയാണ് കൂടുതലായിട്ടും അമീബ കാണുക. ചാലുകളിലും കുളങ്ങളിലും ഒക്കെയുള്ള മഡിലാണ് എന്താണ് കൂടുതലായിട്ടും അമീബകൾ കാണാം. ഈ ഈ ഉണങ്ങിയ ഇലകളൊക്കെ കുളത്തിലും ചാലുകളിലൊക്കെ വീണിട്ടുണ്ടാകും. അതിങ്ങനെ ചീഞ്ഞലിയുണ്ടാവും അല്ലെ. അതിനെയാണ് കൂടുതലും നമ്മുടെ അമീബ ഭക്ഷണമാക്കുക. അപ്പൊ അങ്ങനത്തെ വെള്ളങ്ങളിലാണ് ഈ ഉണങ്ങിയ ഇലകളൊക്കെ വീണ വെള്ളങ്ങൾ ഉണ്ടാവും. അതിലൊക്കെയാണ് നമുക്ക് അമീബനെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അമീബക്ക് എന്താണ്? അമീബക്ക് നോക്കി മോളെ, ഇതൊരു അമീബയാണ്. ഇതിൽ ശരിക്കും ന്യൂക്ലിയസ് കാണാം, കണ്ട, ഇതൊരു അമീബയാണ്. അമീബക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. ഷേപ്പ് ഇങ്ങനെ മാറിക്കളിക്കുന്ന ഒരു ജീവിയാണ് അമീബ. ഓക്കെ, ഷേപ്പ് മാറിക്കളിക്കുന്ന ഒരു ജീവിയാണ് അമീബ. ഇതിങ്ങനെ മൂവ് ചെയ്യും. പക്ഷെ അമീബ ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു അമീബ മൂവ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. അയ്യോ, ഓക്കെ, കുഴപ്പമില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ അമീബ മൂവ് ചെയ്യണത് എങ്ങനെയാ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ മോള് ജസ്റ്റ് മനസ്സിലാക്കുക, അമീബ ഈസ് ജസ്റ്റ് ഷേപ്പ്ലെസ് ആനിമൽ. ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു ജീവിയാണ് അമീബ. ഓക്കെ, അമീബക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ അമീബ എങ്ങനെയാ അറിയോ ഇര പിടിക്കുന്നത്? അമീബ കഴിക്കുന്ന ഫുഡ് ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കും, ഫുഡ് പാർട്ടിക്കിൾ പുറത്തു വന്ന് നിൽക്കും. അപ്പൊ നമ്മുടെ പോലെ മൗത്ത് ഒന്നും ആർക്കില്ല, അമീബക്കില്ല. അപ്പൊ അമീബ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും, കണ്ട, ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമില്ലേ. എവിടെയാണ് ഫുഡ് പാർട്ടിക്കിൾ വന്നത് അതിനെ അവരകത്താക്കാൻ വേണ്ടിയിട്ട് അവരൊരു വായ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും, ഒരു മൗത്ത് ലൈക്ക് ഓർഗൻ ഉണ്ടാക്കും. ഓക്കെ, ഈ മൗത്ത് ലൈക്ക് ഓർഗൻ യൂസ് ചെയ്തിട്ടാണ് അവർ ഫുഡ് ഉള്ളിലോട്ട് ക്യാപ്ചർ ചെയ്യുന്നത്, ഫുഡ് ഉള്ളിലോട്ട് വിഴുങ്ങുന്നത്. ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ സ്യൂഡോപോഡിയ ഓക്കെ, അപ്പൊ സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ടാണ് അവര് ഭക്ഷണത്തിന് അകത്താക്കുന്നത്. ഓക്കെ, ഫുഡ് വാക്യൂം.
എന്നിട്ട് എന്താ ചെയ്യുക, ഒരു വട്ടം പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും, ഒരു വെസിക്കിൾ പോലത്തെ ഒരു സ്ട്രക്ചർ അവരങ്ങോട്ട് ഉണ്ടാക്കും. അതിനെയാണ് ഫുഡ് വാക്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിലോട്ടല്ലേ ഭക്ഷണം പോണത്. ഇവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അവരുടെ ഭക്ഷണം പോകുന്നത് ഫുഡ് വാക്യൂളിന്റെ അകത്തോട്ടാണ്. ഓക്കെ, ഇതാണ് ഫുഡ് വാക്യൂൾ. ഈ ഫുഡ് വാക്യൂളിന് ഉള്ളിലോട്ടാക്കിയിട്ട് ഈ ഭക്ഷണത്തിന് അവര് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യും, ദഹനം നടത്തും. എന്നിട്ട് അവസാനം വേസ്റ്റുകളൊക്കെ പുറത്തോട്ട് ഇജഷൻ ചെയ്യും. ഇജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തോട്ട് തള്ളും. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കുക, അമീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് ജീവിയാണ് അല്ലെ. വളരെ ചെറിയ ഒരു ഒറ്റ സെല്ലുള്ള ജീവിയാ. അവർക്ക് അവരുടെ ശരീരത്തിലെ ഫങ്ഷൻസുകളൊക്കെ ചെയ്യാൻ ഒരുപാട് ഓർഗൻസുകളൊന്നുമില്ല. അപ്പൊ ആ ഒരൊറ്റ കോശം വെച്ചിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നതും അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നതും അവർ ശ്വസിക്കുന്നതൊക്കെ. അപ്പോ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോഡി സ്ട്രക്ചറിന് പറയുന്ന പേരെന്താ മോളെ? ഈ പേരൊന്ന് വായിച്ചേ. സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചാൽ ഏത് വാക്യൂളിനകത്താ ഫുഡ് സ്റ്റോർ ചെയ്യുക? ഫുഡ് വാക്യൂൾ. വെരി ഗുഡ്, ഫുഡ് വാക്യൂൾ. മനസ്സിലായോ മോൾക്ക്? അപ്പോ മോള് മനസ്സിലാക്കുക, ഇവർക്ക് സ്യൂഡോപോഡിയ എന്നുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ മൂവ് ചെയ്യണത്. ഓക്കെ, ഇവർക്ക് ഫ്ലജെല്ല ഒന്നുമില്ല. സ്യൂഡോപോഡിയ എന്നുള്ള സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ലോക്കോമോഷൻ നടത്തുന്നത്. മാത്രമല്ല, ഈ സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട് അവർ ഫുഡിനെ ക്യാപ്ചർ ചെയ്യും. ദേ വിൽ ക്യാപ്ചർ ഫുഡ് ബൈ സ്യൂഡോപോഡിയ. എന്നിട്ട് ആ ഫുഡ് എങ്ങോട്ടാ പോകുന്നത്? ഫുഡ് വാക്യൂളിനകത്തോട്ട്. ഓക്കെ, പിന്നെ ഇതിന് പുറമെ അവർക്ക് വേറൊരു വാക്യൂളും കൂടി ഉണ്ട്. അത് ഞാൻ ഈ ഫിഗറിൽ ഇട്ടിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുക, അമീബക്ക് ഫുഡ് വാക്യൂളിന് പുറമെ മറ്റൊരു വാക്യൂളും കൂടി ഉണ്ട്. അതിന്റെ പേരാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് കിഡ്നി ഒക്കെ ഉണ്ട് അല്ലേ? ഇവർക്കാണെങ്കിൽ കിഡ്നി ഒന്നുമില്ല. കിഡ്നിയുടെ പകരം ഇവർക്കുള്ളത് കോൺട്രാക്റ്റൈൽ വാക്യൂളാ. ശരീരത്തിലെ വെള്ളത്തിന്റെയും ഉപ്പിന്റെയും ആ റെഗുലേഷൻ നടത്തുന്നത് ആരാണ്? ഈ കോൺട്രാക്റ്റൈൽ വാക്യൂളാണ്. മീൻസ് ശരീരത്തിനൊരു ഇപ്പോ എന്താണ്, നമ്മുടെ ശരീരത്തിൽ നോർമലി ഒരു കണ്ടന്റ് ഓഫ് വെള്ളം വേണം അല്ലെ. ഈ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ക്ഷീണിക്കും. ഇത്ര എമൗണ്ട് ഓഫ് വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം വർക്ക് ആവുള്ളൂ. അതിനെയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓസ്മോ എന്നുള്ള വാക്കിന്റെ അർത്ഥം വെള്ളം. വെള്ളത്തിന്റെ റെഗുലേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ കോൺട്രാക്റ്റൈൽ വാക്യൂൾ. മനസ്സിലായോ മോൾക്ക്? ഓക്കെ, അപ്പൊ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്മോ റെഗുലേഷൻ ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് റീപ്രൊഡക്ഷൻ. അമീബ റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അമീബയിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കും. പക്ഷെ അത് ഭയങ്കര അൺകോമൺ ആണ്. എന്താ പറയാ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് അൺകോമൺ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തീരെ നടക്കില്ല എന്നാണ് അർത്ഥം. അമീബയിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തീരെ നടക്കാൻ സാധ്യത കുറവാണ്. ഇനി കൂടുതൽ എന്താണ്? അമീബയിൽ നടക്കുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇല്ല, കൂടുതൽ നടക്കുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, മോള് ശ്രദ്ധിച്ചേ, ഇതൊരു അമീബയാണ്. കണ്ട, അമീബയുടെ സ്യൂഡോപോഡിയ എന്നുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതൊരു പാരന്റ് അമീബയാണ്. ഇപ്പൊ ഒരു അമീബ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മെച്ചുവേർഡ് ആയിട്ട് വലിയൊരു പാരന്റ് ആയിട്ട് മാറും. ഈ പാരന്റ് മെച്ചുവേർഡ് ആയി കഴിഞ്ഞാല് ആദ്യം അവരുടെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അവരുടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 2 കുട്ടികൾ ഉണ്ടാകും അല്ലെ. പാരന്റ് നേരെ കുട്ടികൾ ഉണ്ടാക്കുകയാണ്. അമ്മയുടെ അച്ഛന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല, ഡയറക്റ്റ് അമ്മയിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവുകയാണ്. ഇങ്ങനത്തെ റീപ്രൊഡക്ഷന് പറയുന്ന പേരാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ പേരാണ് ബൈനറി ഫിഷൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ ബൈനറി ഫിഷൻ? അപ്പോ നമ്മുടെ മൊനീറകൾ മാത്രല്ല, പ്രൊട്ടോസോവയിലെ അമീബകളും ബൈനറി ഫിഷൻ നടത്തും. ക്ലിയർ ആയോ മോൾക്ക്? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അമീബയിൽ തന്നെ വേറൊരു അമീബ ഉണ്ട്. എല്ലാ അമീബകളും എന്താണ്, നല്ല അമീബകളൊന്നല്ല. കുറച്ച് വേറൊരു ടൈപ്പ് ഓഫ് അമീബ ഉണ്ട്. അമീബയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അമീബയാണ് എൻഡമീബ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക എന്ന് പറയും.
നമ്മളിപ്പോ നമ്മളിപ്പോ അടുത്ത് ന്യൂസ് പേപ്പറുകളിലൊക്കെ കണ്ടിട്ടില്ലേ, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ആ ഈ അമീബ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോട്ടോസോവ മൂക്കിന്റെ ഉള്ളിൽ കൂടെ കയറി മസ്തിഷ്കത്തെ കാർന്ന് തിന്നൊക്കെ പഠിച്ചിട്ടില്ലല്ലേ? അപ്പൊ അമീബ അത്ര നല്ല ആളുകൾ മാത്രമൊന്നല്ല, കുറച്ച് പ്രശ്നക്കാരനും ഉണ്ട്. അങ്ങനത്തെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അമീബയാണ് എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക. ഇതൊരു രോഗം ഉണ്ടാക്കും. ഈ എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക എന്നുള്ള പ്രോട്ടോസോവ അല്ലെങ്കിൽ അമീബ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് അമീബിക് ഡിസെൻട്രി. അമീബിക് ഡിസെൻട്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക. എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക. അപ്പോ ഇത് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൽ കയറുന്നത് കണ്ടാമിനേറ്റഡ് ഭക്ഷണങ്ങളും കണ്ടാമിനേറ്റഡ് വാട്ടറും, മീൻസ് മലിനമായ വെള്ളത്തിൽ നിന്നും അതേപോലെ മലിനമായ ഭക്ഷണത്തിൽ നിന്നുമാണ് ഈ എൻഡമീബ ഹിസ്റ്റലൈറ്റിക്കകൾ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത്. ഇത് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ അവർ പറ്റിപ്പിടിക്കും, നമ്മുടെ കുടലിൽ അവർ പറ്റിപ്പിടിക്കും. എന്നിട്ട് കുഞ്ഞു 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 മുട്ടകൾ ഇടും. കണ്ടാ, കുഞ്ഞു 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 മുട്ടകൾ ഇടും. ഈ മുട്ടകളെല്ലാതും ഇരിക്കുന്നത് ഒരു സിസ്റ്റിന്റെ ഉള്ളിലാണ്, ഒരു തോടിന്റെ ഉള്ളിലാണ്. കണ്ടാ, ഈ സിസ്റ്റിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ മുട്ടകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റ് അങ്ങോട്ട് പൊട്ടും. എന്നിട്ട് ഈ മുട്ടകളൊക്കെ പുറത്തു വരും. ഓക്കെ, എന്നിട്ട് ഒരുപാട് എൻഡമീബ ഹിസ്റ്റലൈറ്റിക്കുകൾ ഉണ്ടാക്കും. അത് വീണ്ടും വളരും, ഇതുപോലെ സിസ്റ്റ് ഉണ്ടാക്കും. അതിൻ്റെ അകത്ത് ഒരുപാട് മുട്ടകൾ ഉണ്ടാകും. ആ മുട്ട പൊട്ടി പുറത്തു വരും. അങ്ങനെ എൻഡമീബ ഹിസ്റ്റലൈറ്റിക്കുകൾ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ആരെയാണോ ഈ എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക അറ്റാക്ക് ചെയ്യുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ്. അപ്പൊ എന്റെ ശരീരത്തിൽ ഒരു എൻഡമീബ ഹിസ്റ്റലൈറ്റിക്ക കയറിയിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഹോസ്റ്റ്. ഞാനാണ് ഹോസ്റ്റ്. ഓക്കെ, ആരാണോ കയറിയിട്ടുള്ളത് അയാൾ പാത്തോജൻ ആണ്. പാത്തോജൻ. ഓക്കെ, ഇയാള് പാത്തോജൻ ആണ്. പാത്തോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആരാണോ രോഗം ഉണ്ടാക്കുന്നത് അയാളെയാണ് പാത്തോജൻ എന്ന് പറയുന്നത്. മനസ്സിലായ മോളെ? മനസ്സിലായി. ഓക്കെ ഓക്കെ, കണ്ട, ഇതാണ് ആ മുട്ടകൾ ട്ടാ. സിസ്റ്റ്, ഇത് സിസ്റ്റ്. സിസ്റ്റിന്റെ ഉള്ളിൽ കുറെ മുട്ടകൾ ഉണ്ടാകും. ഈ സിസ്റ്റ് ബ്രേക്ക് ആവും, സിസ്റ്റ് ബേസ്റ്റ് ആവും. എന്നിട്ട് എൻഡമീബകൾ പുറത്തോട്ട് വരും. എന്നിട്ട് ഇൻഡസ്റ്റൈനിലൊക്കെ പറ്റി പിടിച്ചിട്ട് നമുക്ക് ഇൻഡസ്റ്റൈനിന്റെ ഉള്ളിൽ മുറിവുകളൊക്കെ ഉണ്ടാക്കും. ഇറ്റ് കോസസ് ലോക്കൽ ആബ്സസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മോളെ? ഈ മുറിവുകൾ കൂടിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് അനുഭവപ്പെടും അറിയോ? നല്ല അബ്ഡോമിനൽ പെയിൻ, നല്ല വയറുവേദന ഉണ്ടാവും. ഓക്കെ, ചിലപ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് ചിലപ്പോൾ കഴിച്ചാല്, ചില വൃത്തിയില്ലാത്ത ഭക്ഷണമൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വയറുവേദന വരും. എന്നിട്ട് വയറ്റിന്ന് പോകും അല്ലെ, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. ഇത് മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചില ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളോ, കുറച്ച് പഴകിയ ഭക്ഷണമാണെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള അമീബകളൊക്കെ അതിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വന്ന് പെടും. എന്നിട്ട് ഇൻഡസ്റ്റൈൻ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വേദന ഉണ്ടാവുക. ഈ അമീബിക് ഡിസെൻട്രി എന്നതിന് പറയാ. എൻഡമീബ ഈ എൻഡമീബ ഹിസ്റ്റോലൈറ്റിക് ഉണ്ടാക്കുന്ന ഈ രോഗത്തിന് അമീബിക് ഡിസെൻട്രി എന്നാ പറയാ. ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിളക്കം എന്ന് പറയും. വയറിളക്കം അല്ലെങ്കിൽ വയറുകടി എന്നൊക്കെ പറയും. അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിസാര അമീബിക് ഡിസെൻട്രി എന്നൊക്കെ പറയും. നമ്മള് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അമീബിക് വയറുകടി എന്നൊക്കെ പറയും അമീബിക് വയറുകടി എന്നൊക്കെ പറയും. അപ്പോ മോള് മനസ്സിലാക്കുക, ഇത് വന്നു കഴിഞ്ഞാല് നമുക്ക് നല്ല നൊസിയ ഉണ്ടാവും, ഒരു വോമിറ്റിംഗ് സെൻസേഷൻ നന്നായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മള് ഈ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാല്, മീൻസ് ബാത്റൂമിൽ പോയി കഴിഞ്ഞാല് നമ്മുടെ ഈ സ്റ്റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലത്തിനെയാണ് സ്റ്റൂൾ എന്ന് പറയുന്നത്. ഈ സ്റ്റൂളിൽ ഒരുപാട് ബ്ലഡും മ്യൂക്കസും ഒക്കെ ഉണ്ടാവും. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ, ഈ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ആൾക്കാർ മരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോ ഇത് കൂടിക്കഴിഞ്ഞാല് നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പെട്ടെന്ന് നമ്മൾ അതിന്റെ മെഡിക്കേഷൻസ് എടുക്കണം. അപ്പൊ മോൾക്ക് മനസ്സിലായ എൻഡമീബ ഹിസ്റ്റലൈറ്റിക് ഉണ്ടാക്കുന്ന രോഗത്തിന്റെ പേരെന്താ? അമീബിക് ഡിസെൻട്രി. വെരി ഗുഡ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആളാണ് പ്ലാസ്മോഡിയം. കണ്ട, ഈ ഫിഗറിൽ കാണുന്നതാണ് പ്ലാസ്മോഡിയം എന്നുള്ള സ്ട്രക്ചേഴ്സ്. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലാസ്മോഡിയത്തിനെ കാണാം.
അങ്ങനെയാണെങ്കിൽ മോളെ, പ്ലാസ്മോഡിയം മലേറിയ ഉണ്ടാക്കുന്ന ഒരു പാരസൈറ്റ് ആണ്. ഒരു ഉം. പാരസൈറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ ശരീരത്തിൽ വന്നുകൂടും, എന്നിട്ട് അയാളുടെ ന്യൂട്രിയൻസ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനത്തെ ജീവികളെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. മലേറിയ, മലമ്പനി ഉണ്ടാക്കുന്ന ഒരു പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. ഓക്കെ, കണ്ടാ? മലേറിയ പരത്തുന്ന കൊതുവിന്റെ പേരറിയോ നിനക്ക്? പഠിച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോയാ? മറന്നുപോയാ തനാ? ആ, ആ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ മലേറിയ ഉണ്ടാക്കുന്നത് പെൺകൊതുകുകളാണ്. കണ്ടാ? മലേറിയ ഉണ്ടാക്കുന്ന പെൺകൊതുകുകളുടെ പേര് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഈ പെൺകൊതുകുകളാണ് കൂടുതലായിട്ടും നമ്മളെ കടിക്കുള്ളൂ. ആൺകൊതുകുകൾ കടിക്കില്ല. ഈ പെൺകൊതുകുകൾ എന്ന് പറയുമ്പോൾ ബ്ലഡാ കുടിക്കുക. ആൺകൊതുകുകൾ കൂടുതലും ഫ്രൂട്ട്സിന്റെ ജ്യൂസ് ഒക്കെ കുടിക്കുക. ഈ പെൺകൊതുകുകൾക്ക് മുട്ടയിടാം. പെൺകൊതുകുകളാണല്ലോ മുട്ടയിടുക. ആണുങ്ങൾ മുട്ടയിടില്ലല്ലോ. ഉം. പെൺകൊതുകുകൾ മുട്ടയിടണമെങ്കിൽ അവരുടെ മുട്ടയുണ്ടാകാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീന് മനുഷ്യന്മാരുടെ ബ്ലഡിലുണ്ട്. മനസ്സിലായോ? ആ, അതുകൊണ്ടാണ് ഈ പെൺകൊതുകുകൾ മനുഷ്യന്മാരെ കടിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡ് യൂസ് ചെയ്തിട്ടാണ് അവരവരുടെ മുട്ടകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അങ്ങനെ ഈ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ വെള്ളത്തിലൊക്കെ പ്ലാസ്മോഡിയം ഉണ്ടാവും. ഈ ഉം. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോകൾ വന്നിട്ട് പ്ലാസ്മോഡിയത്തിന്റെ മുകളിൽ പോയിട്ടിരിക്കും. അപ്പൊ ഈ പെൺകൊതുകുകളുടെ കാലിന്റെ മുകളിൽ പ്ലാസ്മോഡിയം പറ്റിപ്പിടിക്കും. ഈ കൊതുകുകള് ഒരാളെ വന്ന് കുത്തിക്കഴിഞ്ഞാൽ ഈ ഈ കാലിന്റെ മുകളിലുള്ള എല്ലാ പ്ലാസ്മോഡിയവും ഈ മനുഷ്യന്മാരുടെ ബ്ലഡിൽ വരും. ഈ പ്ലാസ്മോഡിയത്തിന്റെ മുട്ടകളാണ് ശരീരത്തിൽ കയറുന്നത്. ഈ മുട്ട ശരീരത്തിൽ വിരിയും, ലിവറിന്റെ അകത്ത് ചെന്ന് വിരിയും. അങ്ങനെ നമുക്ക് മലമ്പനി രൂപപ്പെടും. മനസ്സിലായോ? അപ്പോ പ്ലാസ്മോഡിയത്തിന് മുട്ട വിരിയുന്നത് കൂടുതലും ഹ്യൂമൻ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാലാണ്. അപ്പൊ മോള് മനസ്സിലാക്കുക, ഈ പ്ലാസ്മോഡിയത്തിനെ നമ്മുടെ ശരീരത്തിലോട്ട് കൊണ്ടുവരുന്ന ജീവിയാണ് വെക്റ്റർ. വെക്റ്റർ ഉം. ശരിക്കും അനോഫിലസ് മോസ്കിറ്റോകളല്ല ഈ രോഗം ഉണ്ടാക്കുന്നത്. ഈ അനോഫിലസ് മോസ്കിറ്റോകളാണ് പ്ലാസ്മോഡിയത്തിനെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ. പാത്തോജൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആരാണ്? പാത്തോജൻ ക്ലാസ്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം ആണെന്ന് പറയാം. പക്ഷെ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം കൊണ്ടുവരുന്ന ആളാണ്. രോഗത്തിന്റെ കാരണക്കാരൻ പ്ലാസ്മോഡിയം. രോഗം ഉം. കൊണ്ടുവരുന്ന ആളുകളെയാണ് വെക്റ്റർ എന്ന് പറയുന്നത്. വെക്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫീമെയിൽ ഉം. അനോഫിലസ് മോസ്കിറ്റോ. അറ്റ് ദ സെയിം ടൈം പാത്തോജൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം ആണെന്ന് പറയാം. പ്ലാസ്മോഡിയം. മോൾക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന രോഗമേതാ? മലേറിയ. മലേറിയ. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും മെയിൽ അനോഫിലസ് മോസ്കിറ്റോകൾ മലേറിയ ഉണ്ടാക്കും. ഇല്ല, മെയിൽ അനോഫിലസ് കനോട്ട് കോസ് മലേറിയ. കാരണം എന്താ? അവർ കൂടുതലും കഴിക്കുന്നത്, ഫീഡ് ചെയ്യുന്നത് പ്ലാന്റ് ജ്യൂസസുകളെയാണ്. ഹ്യൂമൻ ബ്ലഡ് അവർ കുടിക്കില്ല. ഓക്കെ, അപ്പൊ ഒരിക്കലും മെയിൽ അനോഫിലസ് മോസ്കിറ്റോകൾക്ക് ഈ രോഗം പരത്താൻ പറ്റില്ല. നമ്മളെ കുത്തുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോകളാണ്. അപ്പൊ അവർക്ക് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? മലേറിയ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി അടുത്തതാണ് മോളെ യുഗ്ലീന. യുഗ്ലീന യുഗ്ലീന ഞാൻ കാണിച്ചു തരാം. ഈ യുഗ്ലീന കൂടുതലായിട്ടും കാണുന്നത് ഫ്രഷ് വാട്ടറിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ശുദ്ധമായ വെള്ളത്തിലാണ് യുഗ്ലീന കാണുള്ളൂ. കുറച്ച് വൃത്തിയുള്ള ജീവിയാണ് യുഗ്ലീന. അമീബ പോലൊന്നല്ല കേട്ടാ. ഫ്രഷ് വാട്ടർ ഫ്ലജല്ലേറ്റ് ആണ്. ഫ്ലജല്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ മോളെ ഫ്ലജല്ലേറ്റ് എന്ന് പറഞ്ഞാല്? ഫ്ലജെല്ല പറഞ്ഞാല് ബാക്ടീരിയ. ഫ്ലജല്ല. ആ, ഫ്ലജല്ല ഉള്ള ആളുകളെയാണ് ഫ്ലജല്ലേറ്റ് എന്ന് പറയുക കേട്ടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതലായിട്ടും കാണുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്. അപ്പൊ മഴയൊക്കെ പെയ്ത് ഈ പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അല്ലേ? ഇതിന് നമ്മൾ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയും. സ്റ്റാഗ്നന്റ് വാട്ടർ. ഓക്കെ, കെട്ടിക്കിടക്കുന്ന വെള്ളം, അല്ലെങ്കിൽ നമുക്ക് പറയാം പൂള്. ഫോർ എക്സാമ്പിൾ പൂള്, സ്വിമ്മിംഗ് പൂള്, വെള്ളം കെട്ടിക്കിടക്കുകയാണ് അല്ലേ? സ്വിമ്മിംഗ് പൂള്, പോണ്ട്, കുളത്തിന്റെ വെള്ളം ഒഴുകുന്നില്ല. ഈ ഒഴുക്കില്ലാത്ത വെള്ളങ്ങളിലാണ് കൂടുതലും യുഗ്ലീനനെ കാണുക. ഓക്കെ, പിന്നെ
എന്താണ് പിന്നെ നമുക്ക് ഈ ഡിച്ചസ് ഇതാ ചാല് കീറുക എന്ന് പറയും. ഇതാണ് ചാല് കീറുക അല്ലെങ്കിൽ കിടങ്ങ് കീറുക എന്നൊക്കെ പറയും. അപ്പോ ഈ ഈ ഇങ്ങനത്തെ കുറെ സ്പേസുകളിലാണ് യുഗ്ലീനനെ കാണുക. ഓക്കെ, ഇനി യുഗ്ലീനനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുഗ്ലീനക്ക് ഒരു പെല്ലിക്കിൾ ഉണ്ട്. പെല്ലിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? ഈ നോക്ക് യുഗ്ലീനയുടെ ബോഡി കവർ ചെയ്യണ കണ്ട, ഇത് കണ്ട മോള് ഈ കവറിങ്, യുഗ്ലീനയുടെ ബോഡി കവറിങ്ങിന് പറയുന്ന പേരാണ് പെല്ലിക്കിൾ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇലാസ്റ്റിക് ബോഡി കവറിങ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ യുഗ്ലീൻ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീൻ കൊണ്ടാണ്. ഈ പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ കവറിങ്ങിന് പറയുന്ന പേരാണ് പെല്ലിക്കിൾ. പേര് പറഞ്ഞ മോളെ, പെല്ലിക്കിൾ. പെല്ലിക്കിൾ. ഇനി രണ്ടാമത്തതാണ് സൈറ്റോസോമോ റിസർവോയർ. ഇവർക്ക് വലിയൊരു മൗത്ത് ഉണ്ടല്ലേ, കണ്ട ഇവർക്ക് വലിയൊരു മൗത്ത് ഉണ്ട്. ഈ മൗത്തിന് പറയുന്ന പേരാണ് സൈറ്റോസോം. സൈറ്റോസോം കണ്ട, സൈറ്റോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പണിങ്ങിനെയാണ് സൈറ്റോസോം എന്ന് പറയുന്നത്. ഈ സൈറ്റോസോം നേരെ കൊണ്ടുപോകുന്നത് റിസർവോയർ മീൻസ് അവർ ഭക്ഷണം ഇങ്ങനെ വിഴുങ്ങും ട്ടാ. ഭക്ഷണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വായ തുറന്ന് സൈറ്റോസോമിലൂടെ റിസർവോയറിലെത്തും. ഓക്കെ, എന്നിട്ട് ശരീരത്തിന്റെ അകത്തോട്ട് ഇവർ കൊണ്ടുപോകും. മനസ്സിലായോ? മോള് മനസ്സിലാക്കുക, ഇവർക്കൊരു മൗത്ത് ഉണ്ട്, അതിനെയാണ് സൈറ്റോസോം എന്ന് പറയുന്നത്. എന്നിട്ട് ഫുഡ് ഇവിടെ റിസർവ് ചെയ്ത് വെക്കും, എന്നിട്ട് ശരീരത്തിന്റെ ഉള്ളിലോട്ട് കയറ്റും. ഓക്കെ, അപ്പോ ഇവരുടെ ഈ മൗത്ത് നേരെ പോകുന്നത് ഒരു ട്യൂബ് പോലത്തെ സൈറ്റോഫാരിങ്സിലോട്ടാ. കണ്ട, ഇത് ഇതിൽ കാണുന്നില്ല, മോള് പറയാ. അപ്പൊ നമ്മുടെ ഭക്ഷണം പോകുന്നത് ഫുഡ് പൈപ്പിലൂടെയല്ലേ, ഫുഡ് പൈപ്പിലൂടെയല്ലേ നമുക്കൊക്കെ. അതേപോലെ ഇവർക്കൊരു ട്യൂബുലാർ സൈറ്റോഫാരിങ്സ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ ഭക്ഷണം പോയിട്ട് ഉള്ളില് വെസിക്കിൾസുകൾ ഉണ്ടാവും. കുറെ വെസിക്കിൾസ് എന്ന് പറയുമ്പോൾ കുറെ വട്ടം വട്ടം പോലത്തെ സാധനങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ ഫുഡ് സ്റ്റോർ ചെയ്തിട്ട് അവരുടെ ശരീരത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി ട്ടാ. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടുന്ന് നമുക്ക് ചോദിക്കില്ല. മോള് ജസ്റ്റ് മനസ്സിലാക്കുക, ഇതിന്റെ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേര് പെല്ലിക്കിൾ എന്നാണ്. ഇവർക്ക് ഒരു സൈറ്റോസോം അല്ലെങ്കിൽ റിസർവോയർ ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി സ്റ്റിഗ്മ ഓർ ഐ സ്പോട്ട് നോക്കിയേ. ഇവര് എങ്ങനെ അറിയോ? ഇവിടെ കണ്ട, ഇവിടെ ഒരു പിഗ്മെന്റ് കണ്ട, ഒരു റെഡ് പിഗ്മെന്റ് കാണാം. ഈ റെഡ് പിഗ്മെന്റിന് പറയുന്ന പേരാണ് സ്റ്റിഗ്മ ഓർ ഐ സ്പോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരവരുടെ എൻവിയോൺമെന്റ് സെൻസ് ചെയ്യുന്നത് ഈ ഐ സ്പോട്ട് വെച്ചിട്ടാണ്. അവർക്ക് ചെറിയൊരു ഐ സ്പോട്ട് ഉണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് എൻവിയോൺമെന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇര എവിടെ വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു സ്റ്റിഗ്മയുണ്ട്. ആ സ്റ്റിഗ്മയുടെ പേരാണ് ഐ സ്പോട്ട്. അതൊരു റെഡ് പിഗ്മെന്റ് സ്പോട്ടാണ്. മനസ്സിലായോ മോളെ? ഓക്കെ, ഇനി കണ്ട, അത് സെൻസിറ്റീവ് ടു ലൈറ്റ് ആണ്. ലൈറ്റിനോട് സെൻസിറ്റീവ് ആണ്. മീൻസ് ലൈറ്റ് എവിടെയാണോ എന്ന് നമ്മുടെ യുഗ്ലീനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അവർ മൂവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ. കണ്ട, ഇതാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ. ഈ വാക്യൂൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്മോ റെഗുലേഷൻ ആണ്. ഓസ്മോ റെഗുലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. കോൺട്രാക്റ്റൈൽ വാക്യൂൾ ശരീരത്തിന്റെ വെള്ളത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് ഫ്ലജെല്ലം. കണ്ട, ഈ വലിയ, നമുക്കറിയാം ഓൾറെഡി എന്താണ് ഫ്ലജെല്ലം എന്ന്. അപ്പോ വെള്ളം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഈ വെള്ളത്തിന്റെ മൂവ്മെന്റിന് നേരെ, ആ ഒഴുക്കിന്റെ നേരെ അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെള്ളത്തിന്റെ കൂടെ അവർക്ക് നീന്താൻ സഹായിക്കുന്നതാണ് ഈ ഫ്ലജെല്ലം. ഓക്കെ, ഫോർ പ്രൊപ്പൽഷൻ ഇൻ വാട്ടർ. വെള്ളത്തിൽ ഇങ്ങനെ അവർക്ക് പ്രൊപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്താന്, മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ഫ്ലജെല്ലം. മനസ്സിലായോ? ഫ്ലജെല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണ്. കാരണം നോക്കിയേ, ഒറ്റ ഫ്ലജെല്ലേ ഉള്ളൂ ഇവർക്ക് അല്ലെ. പക്ഷെ ചില ആളുകൾക്ക് കുറെ ഫ്ലജെല്ലകൾ ഉണ്ടാകും. അതിനെ നമ്മൾ ഫ്ലജെല്ല എന്നാ പറയും. ഫ്ലജെല്ലം എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒറ്റ ഏകവചനം. ഫ്ലജെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരൽ ആണ്. യുഗ്ലീനൊക്കെ ഒരൊറ്റ ഫ്ലജെല്ലേ കാണുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്
ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഈ ഗ്രീൻ കളർ പിഗ്മെന്റുകളെയാണ്, സോറി, ഈ ഗ്രീൻ കളർ സാധനങ്ങളെയാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എവിടെയാണോ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അതിനെയാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുക. നമ്മുടെ യുഗ്ലീനക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. സെൽഫായിട്ട് അവർക്ക് എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് ഇവർക്ക് നടത്തി കൊടുക്കാൻ സഹായിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റുകളാണ്. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഒരു ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ പിഗ്മെന്റ് ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് ആണ്. ക്ലോറോഫിൽ കാണുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ ഉള്ളത് കാരണം കൊണ്ടാണ് അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നത്. മീൻസ് ആരുടെ സഹായം വേണ്ട, ഇവർക്ക് സെൽഫായിട്ട് അവരുടെ ബോഡിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി കണ്ട, ഇനി അടുത്തതാണ് റീപ്രൊഡക്ഷൻ. യുഗ്ലീൻ എങ്ങനെയാ അറിയോ റീപ്രൊഡ്യൂസ് ചെയ്യുക? സെയിം ബൈനറി ഫിഷൻ തന്നെയാണ്. ബൈനറി ഫിഷൻ ആദ്യം കണ്ട ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസുകളായി, പിന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത്, പിന്നെന്താണ് അതിൽ നിന്ന് 2 ഡോട്ടർ യുഗ്ലീനുകൾ ഉണ്ടായി. ഓക്കെ. നമ്മുടെ നേരത്തെ മിസ് പറഞ്ഞത് അമീബ അല്ലെ, അമീബയിൽ എങ്ങനെയാണോ നമ്മുടെ ബൈനറി ഫിഷൻ നടക്കുന്നത് അതുപോലെ തന്നെയാണ് യുഗ്ലീനയിലും നടക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനെ നടക്കുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ യുഗ്ലീനയിലും അമീബയിലൊക്കെ അൺകോമൺ ആണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തതാണ് ഡയാറ്റംസ്. ഡയാറ്റംസ് എന്ന് പറഞ്ഞ ജീവികളുണ്ട്. അപ്പൊ മോള് നമ്മൾ കടലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന കുറേ ചെറിയ സ്പീഷീസുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഡയാറ്റംസ്. ഓക്കെ. ഇനി മോള് മനസ്സിലാക്കുക, ഇത് കൂടുതലും കാണുന്നത് സോൾട്ട് വാട്ടറിലാണ്. ഫ്രഷ് വാട്ടറിലും കാണും. ഓക്കെ, ഫ്രഷ് വാട്ടറിലും കാണും, സോൾട്ട് വാട്ടറിലും കാണും. പിന്നെന്താണ്, ചില നനഞ്ഞ മണ്ണിലും കാണും. നനഞ്ഞ നേർത്ത മണ്ണുകളിലും നമുക്ക് ഈ ഡയാറ്റംസിനെ കാണാൻ പറ്റും. ഇത് ഭയങ്കര മൈക്രോസ്കോപ്പിക്കാ, നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. നല്ല മണ്ണിന്റെ അകത്തൊക്കെ കാണാൻ പറ്റുള്ളൂ. മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഡയാറ്റംസ് കൂടുതലും വെള്ളത്തിലാണല്ലോ ജീവിക്കുക. വലിയ വലിയ മീനുകൾക്ക് ഭക്ഷണമാകുന്ന ഒരു ജീവിയാണ് ഈ ഡയാറ്റംസ്. ഓക്കെ. തൗസൻഡ്സ് ഓഫ് സ്പീഷീസ് ഓഫ് ഡയാറ്റംസ്, ആയിരക്കണക്കിന് ഡയാറ്റംസുകള് ഈ വെള്ളത്തിൽ ജീവിക്കുന്ന മൃഗങ്ങള്, ഉദ്ദേശിക്കുന്നത് ഈ ഫിഷസുകള്, അതേപോലെ മറ്റു കുറെ കടലിലും പുഴയിലൊക്കെ ജീവിക്കുന്ന മീനുകളില്ലേ, അവർക്കൊക്കെ ഭക്ഷണമാകും ആര്? ഇത് കുറെ ആളുകളുടെ ഭക്ഷണമാണ് നമ്മുടെ ഈ ഡയാറ്റംസ്. മനസ്സിലായോ മോളെ? ആ, ഇവർക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കണ്ട, വെട്ടിത്തിളങ്ങുന്നുണ്ട്. വെട്ടിത്തിളങ്ങുന്നുണ്ട്. പിന്നെന്താണ്, ഇവര് കൂടുതലും യൂണിസെല്ലുലാർ ആയിട്ടാണ് കാണുന്നത്. ഡയാറ്റംസ് ഒന്നല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആകും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കോളനി ആയിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഫിലമെന്റുകളായിട്ട് കാണും. ഫിലമെന്റ് എന്ന് പറയുമ്പോൾ ഇതാ കണ്ട, ഈ നീളമുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ഫിലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പല ഷേപ്പുകളും ഡയാറ്റംസ് അവൈലബിൾ ആണ്. അപ്പൊ മോള് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, വട്ടത്തിലുള്ളതുണ്ട്, സ്റ്റാറിന്റെ ഷേപ്പിലുള്ളതുണ്ട്, പിന്നെ നീളത്തിലുള്ളതുണ്ട്, പിന്നെ റോഡ് പോലത്തെ ഷേപ്പിലുള്ളതുണ്ട്, ഒരു ബെല്ല് പോലത്തെ ഷേപ്പ് ഉണ്ട് അല്ലെ, ട്രയാങ്കിൾ പോലത്തെ ഷേപ്പിലുണ്ട്. പല ഷേപ്പിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ. ഒന്നല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആകാം, ചിലപ്പോൾ കോളനി ആയിട്ടാകാം, ചിലപ്പോൾ ഫിലമെന്റിന്റെ രൂപത്തിലാകാം. പല വെറൈറ്റി ഷേപ്പിലും ഈ ഡയാറ്റംസ് അവൈലബിൾ ആണ്. ക്ലിയർ ആയോ മോളെ? ഓക്കെ. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഏതൊരു ഡയാറ്റം എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു പ്രോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട്. കണ്ടാ, ന്യൂക്ലിയസ് ഉണ്ടാകും. എല്ലാ കിങ്ഡം പ്രോട്ടോപ്ലിസ്റ്റിയാണ് ന്യൂക്ലിയസ് ഉണ്ടാകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും യൂക്കാരിയോട്ടുകളാണ്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവരുടെ കവറിങ്ങിൽ ഒരു സിലിക്ക പറഞ്ഞിട്ടുള്ള ഒരു കവർ ഉണ്ട്. ഇവർക്കൊരു സിലിക്ക പറഞ്ഞിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്. ഓക്കെ. പ്രൊഡ്യൂസ് സെൽ വാൾസ് കണ്ടെയ്നിങ് സിലിക്കൺ കൊണ്ടുണ്ടാക്കിയ ഒരു കവറിങ് ആണ് ഇവർക്ക് പുറത്തുള്ളത്. അപ്പൊ ഇവർക്ക് കുറച്ച് ഉറപ്പ് കൊടുക്കും. സിലിക്ക കവറിങ് ഉള്ളത് കാരണം കൊണ്ട് ഇവരുടെ ഇവർക്ക് സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സിലിക്ക പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. അവരുടെ സെല്ലിന്റെ കവറിങ്ങിന് പറയുന്ന പേരാണ് സിലിക്ക. ഓക്കെ.
സിലിക്കല്ല സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന് പറയുന്ന പേരാണ് സിലിക്ക. പിന്നെ പ്ലാസ്റ്റിഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് എന്ന്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കൊടുക്കുന്ന ആൾക്കാർക്കാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുക. കളർ കൊടുക്കുന്ന ഏജന്റുമാർക്കാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുക. ക്ലോറോപ്ലാസ്റ്റ് ഒരു പ്ലാസ്റ്റിഡ് ആണ്. അതേപോലെ പല പല കളർ കൊടുക്കുന്ന പ്ലാസ്റ്റിഡുകൾ അവരുടെ ബോഡിയിലുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഒരു പ്ലാസ്റ്റിഡ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഇവരുടെ ബോഡിയിലുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഗെ. അപ്പൊ ആൽഗയോട് കൂടിയിട്ട് നമ്മുടെ കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ് തീരും. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത കിങ്ഡം ഫംഗൈ സ്റ്റാർട്ട് ചെയ്യും. മോൾക്ക് മനസ്സിലായ? ഓക്കെ, അപ്പൊ മോള് മനസ്സിലാക്കുക, ആൽഗെ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പായലുകളാണ്, പായലുകൾ. ഓക്കെ, ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആൽഗകൾ കണ്ട ഒറ്റ സെല്ലുള്ള ആൽഗകളുണ്ട്. കണ്ട, ഇത് ഒറ്റ സെല്ലുള്ള ആൽഗയാണ്. ഈ ആൽഗയ്ക്ക് പറയുന്ന പേരെന്താന്ന് ചോദിച്ചാൽ ക്ലമൈഡോമോണാസ് എന്ന് പറയും. ക്ലമൈഡോമോണാസ്. ഓക്കെ, എക്സാമിന് ഡയഗ്രാംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇന്ന് പിന്നെ അധികം ആരും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ മക്കള് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ ആൽഗെ ഒരു യൂണിസെല്ലുലാർ ഒറ്റ സെല്ലുള്ള ആൽഗയാണ്. ചില പായലുകൾക്ക് എന്താ മൾട്ടി സെല്ലുലാർ ആണ്. കണ്ട, ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടാവും. 1, 2, 3, 4, 5 കുറെ സെല്ലുകളുള്ള ആൽഗകൾ ഉണ്ടാകും. അതിന് സ്പൈറോഗൈറ എന്ന് പറയും. സ്പൈറോഗൈറ. അപ്പൊ ആൽഗെ എന്ന് പറഞ്ഞാല് ആൽഗെ എന്നുള്ള കാറ്റഗറി കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റയിൽ വരുന്നതാണ്. പക്ഷെ ഇവർ യൂണിസെല്ലുലാർ മാത്രമല്ല, മൾട്ടി സെല്ലുലാർ ആയിട്ടും കാണും. യൂണിസെല്ലുലാർ ആയിട്ട് കാണപ്പെടുന്ന ഒരു ആൽഗയാണ് ക്ലമൈഡോമോണസ്. മൾട്ടി സെല്ലുലാർ ആയിട്ട് കാണപ്പെടുന്ന ഒരു ജീവിയാണ് സ്പൈറോഗൈറ. മോൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തത്, ആൽഗയ്ക്ക് സ്വന്തമായിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഏത് പ്രോസസ്സിലൂടെ? ഫോട്ടോസിന്തസിസിലൂടെ. ഫോട്ടോസിന്തസിസിലൂടെ. കാരണം അവർക്ക് ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന ഒരു ഗ്രീൻ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. മനസ്സിലായ മോളെ? ഒന്നുകൂടെ പറയോ? ആൽഗെ, ഇതൊരു ആൽഗയാണ് അല്ലേ? ഈ ആൽഗയുടെ അകത്ത് ഗ്രീൻ കളർ കാണുന്ന കുറെ പിഗ്മെന്റുകൾ ഇല്ലേ മോളെ? കാണാല്ലേ? ഇതിനെയാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയാ. ക്ലോറോപ്ലാസ്റ്റ് ട്ടാ. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് ക്ലോറോപ്ലാസ്റ്റുകൾ കണ്ട, കുഞ്ഞു കുഞ്ഞു ക്ലോറോപ്ലാസ്റ്റുകൾ കണ്ട. ഈ ആൽഗയാണ്, പായലാണ്. ഈ പായലിനെ സൂം ചെയ്ത് കഴിഞ്ഞാല് കണ്ട, ഇതൊക്കെ ഓരോ സെല്ല്. ഈ സെല്ലിന്റെ അകത്ത് കുറെ പച്ച കളർ പിഗ്മെന്റ് കണ്ട. ഇതിനെയാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയാം. ഈ പിഗ്മെന്റ് അല്ല, ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്താണ് ക്ലോറോഫിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലോറോപ്ലാസ്റ്റുകളാണ്. അതിന്റെ അകത്ത് കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള പിഗ്മെന്റിനെയാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ചെടികളൊക്കെ പച്ച കളറല്ലേ? കാരണം എന്താ? ചെടികളില് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. മനസ്സിലായ സന? മനസ്സിലായി. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ പറഞ്ഞ പിഗ്മെന്റ് ക്ലോറോപ്ലാസ്റ്റുകളിലുള്ള കാരണം കൊണ്ടാണ് ഈ പായലുകളും ചെടികളൊക്കെ പച്ച നിറത്തിൽ കാണുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ മോള് മനസ്സിലാക്കുക, ആൽഗകൾക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഏത് പ്രോസസ്സിലൂടെ? ഫോട്ടോസിന്തസിസിലൂടെ. കാരണം അവർക്ക് എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. മനസ്സിലായോ? മനസ്സിലായി. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം, വേറെ കുറെ പിഗ്മെന്റുകളും നമ്മുടെ പായലുകളിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് മോള് വിചാരിക്കേണ്ടത് പായലൊക്കെ പച്ച കളറാണെന്ന്. ബ്ലൂ കളർ പായലുകളുണ്ട്. ഓക്കെ, റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. കാണിച്ചു തരാം. ബ്ലൂ പിഗ്മെന്റ് ഉള്ളതുണ്ട്, ബ്രൗൺ പിഗ്മെന്റ് ഉള്ളതുണ്ട്, റെഡ് പിഗ്മെന്റ് ഉള്ളതുണ്ട്. പല പല പായലുകളുണ്ട്. കണ്ട മോളെ? ബ്ലൂ കളർ കണ്ട? ഈ പായൽ കണ്ട? നീല കളറ്.
ഇത് ബ്ലൂ കളർ ആവാൻ കാരണം എന്താണെന്നറിയോ? ഈ പായലുകളിൽ, ഈ ആൽഗകളിൽ ഉള്ളത് ഒരു ബ്ലൂ പിഗ്മെന്റാ. പച്ചപ്പായലായിരുന്നുവെങ്കിൽ ക്ലോറോഫിൽ ആയേനെ. പക്ഷെ മോള് മനസ്സിലാക്കുക, ബ്ലൂ പിഗ്മെന്റ് ആകാൻ കാരണം ഫൈക്കോസയാനിൻ എന്നുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്. ഫൈക്കോസയാനിൻ എന്നുള്ള ഒരു പിഗ്മെന്റ് ഈ പായലുകളിൽ ഉള്ളത് കാരണം കൊണ്ടാണ് ഈ പായലുകള് നീല കളറായത്. മോളെ മനസ്സിലായോ? മനസ്സിലായി. ഇനി ഇത് കണ്ട മോളെ, പച്ച കളറ്. എന്തുകൊണ്ടാ ഇത് പച്ച കളറായത് ഈ പായല്? കാരണം അതിൽ ക്ലോറോഫിൽ പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ് പച്ച കളർ കൊടുക്കുന്നത്. പിഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആരാണോ കളറ് കൊടുക്കുന്നത്, ഏത് ഏജന്റുകളാണോ കളറ് കൊടുക്കുന്നത്, അവരെയാണ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് പച്ച കളർ പിഗ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലോറോഫിൽ ആണ്. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെന്റുകൾ ഉള്ളതൊക്കെ ഗ്രീൻ ആൽഗകളാ, ഗ്രീൻ പായലുകളാ. ബ്ലൂ കളറാണ് നമ്മുടെ പായലുകളെങ്കിൽ അതിൽ ഉള്ള ഏജന്റ് ഫൈക്കോസയാനിൻ ആണ്, ഫൈക്കോസയാനിൻ. ഓക്കെ, ഫൈക്കോസയാനിൻ ഉള്ള പായലുകളെ നമ്മൾ ബ്ലൂ ആൽഗി എന്ന് പറയും, ബ്ലൂ ആൽഗി. ഓക്കെ, ഇനി അടുത്തത് മോളെ കണ്ട ബ്രൗൺ കളർ പായലുകൾ കണ്ടു. കണ്ടോ മോളെ? കണ്ടു. ഈ ബ്രൗൺ കളർ പായലുകൾ ഇവിടെ ഉണ്ടാകാൻ കാരണം അവരുടെ അവരുടെ ബോഡിയിലുള്ളത് ഫ്യൂക്കോക്സാന്തിൻ എന്നുള്ള ഒരു പിഗ്മെന്റ്, ബ്രൗൺ പിഗ്മെന്റ്. ഓക്കെ, ഫ്യൂക്കോക്സാന്തിൻ എന്നുള്ള പിഗ്മെന്റ് ആണ് ആ ആൽഗകളിൽ ഉള്ളത്. അങ്ങനെ ഫ്യൂക്കോക്സാന്തിൻ അല്ലെങ്കിൽ ബ്രൗൺ പിഗ്മെന്റ് ഉള്ള ആൽഗകളെ നമ്മൾ ബ്രൗൺ ആൽഗി എന്ന് പറയും. ഓക്കെ ഓക്കെ, ഇനി അടുത്തതാണ് ഇത് കണ്ട, ചുവന്ന ആൽഗകളാണ്, ചുവന്ന പായലുകളാണിത്. ചുവന്ന പായലുകൾ അല്ലെങ്കിൽ റെഡ് ആൽഗി എന്ന് പറയും. ഈ റെഡ് ആൽഗി എങ്ങനെയാവാൻ കാരണം അവരുടെ ബോഡിയിലുള്ളത് ഒരു റെഡ് പിഗ്മെന്റ് ആണ്. ആ റെഡ് പിഗ്മെന്റിന് പറയുന്ന പേരാണ് ഫൈക്കോ എരിത്രിൻ. എന്താണ്? ഫൈക്കോ എരിത്രിൻ. ഫൈക്കോ എരിത്രിൻ. മനസ്സിലായ? അപ്പൊ മോള് മനസ്സിലാക്കുക, പലവിധം പായലുകളുണ്ട്. നമ്മൾ ചിലപ്പോ പച്ചപ്പായൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ മാൽഡീവ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചുവന്ന കളറ്, അതേപോലെ ബ്ലൂ കളർ സീ ഒക്കെ കാണാം അല്ലെ? എന്തുകൊണ്ടാ? അവരുടെ ആ വെള്ളത്തിൽ കൂടുതലും അങ്ങനത്തെ പായലുകളുള്ളത്. ഓക്കെ, റെഡ് സീ ഒക്കെ ഉണ്ട്, ഓസ്ട്രേലിയയിലൊക്കെ റെഡ് സീ ഉണ്ട്. കാരണം എന്താ? അവിടെ റെഡ് പായലുകളാ കൂടുതൽ. നമ്മൾ കൂടുതലും പച്ചപ്പായൽ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മളിതൊന്നും അധികം കണ്ടിട്ടില്ല. മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഇതത്ര അവൈലബിൾ അല്ല. എന്നാലും ചില ഭാഗങ്ങളിലൊക്കെ ഇതുണ്ട് കേട്ടോ, ചില ഭാഗങ്ങളിലൊക്കെ ഇതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മോൾക്ക് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആൽഗകൾ പലവിധമുണ്ട്. ബ്ലൂ ആൽഗെ, ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ. ബ്ലൂ ആൽഗയ്ക്ക് കാരണം ഫൈക്കോസയാനിൻ, ബ്രൗൺ ആൽഗയ്ക്ക് കാരണം ഫ്യൂക്കോക്സാന്തിൻ, റെഡ് ആൽഗയ്ക്ക് കാരണം ഫൈക്കോ എരിത്രിൻ. ഈ പിഗ്മെന്റുകൾ മോള് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ട്ടാ. ഓക്കെ ആണോ? ഞാൻ അടുത്ത ക്ലാസ് ഇതപ്പോ കിങ്ഡം പ്രോട്ടോട്ടിസ്റ്റ് കഴിഞ്ഞു. ഇനി ചെറിയൊരു കാര്യം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ കിങ്ഡം ഫംഗയിലോട്ട് പോകും. ക്ലിയർ ആയോ മോളെ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ശരി ട്ടാ. ശരി. ഓക്കെ.